ഹലോ കൂട്ടുകാരെ, തനി രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കി നോക്കിയാലോ. ഇനി ലോഡഡ് ഫ്രൈസ് കഴിക്കാൻ കൊതി വരുമ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് ഓടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്കിത് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടാലോ. ആദ്യം ഞാൻ 2 വലിയ പൊട്ടറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് ഇത് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ പൊട്ടറ്റോ ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി എടുത്ത് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഓരോ പൊട്ടറ്റോ ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം കൂടെ ഞാൻ ഇതിലോട്ടിട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഞാൻ നേരത്തെ കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പാൻ നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. എല്ലാ പീസുകളും ഞാൻ ഇതുപോലെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് ഈ ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ അതിലോട്ട് മാറ്റി കൊടുക്കാവേ. അതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് മയോണൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം കുറച്ച് ചീസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊട്ടറ്റോ ഫ്രൈയും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചീസും കൂടെ മേലെ ചേർത്ത് കൊടുക്കാവേ. ഇനി ചീസൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് പാനിൻ്റെ ലിഡ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഏകദേശം ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മുടെ ലോഡഡ് ഫ്രൈസ് ഒക്കെ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട്. നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കിഡിലൻ ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ലോഡഡ് ഫ്രൈസിന് വേണ്ടിയിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കിഡിലൻ ടേസ്റ്റാണേ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി ഇതുപോലുള്ളൊരു ഡിഷായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.